ഇന്നത്തെ യാത്ര സഹ്യൻ്റെ താഴ്വാരത്തിലുള്ള അതിമനോഹരമായ ഒരു മലയോര താലൂക്കിലേക്കാണ്. സ്ഥലം പാലക്കാടിൻ്റെ സ്വന്തം അട്ടപ്പാടി. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു യുവർ ചാനൽ. അട്ടപ്പാടി ലക്ഷ്യം വെച്ചുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണാർക്കാട് താലൂക്കിലൂടെയാണ് കേട്ടോ. പ്രധാനമായും നമ്മുടെ യാത്ര ഇന്ന് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു റൈഡാണ് കേട്ടോ. അട്ടപ്പാടിയിലേക്കുള്ള ഒരു യാത്ര, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. കൂടുതൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും പോകുന്ന വഴിയുള്ള മനോഹരമായ കാഴ്ചയും ചുരങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി താലൂക്കിൽ അഗളി, ഷോളയൂർ, പുതൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർത്ത് പൊതുവെ അറിയപ്പെടുന്ന പേരാണ് കേട്ടോ അട്ടപ്പാടി എന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റായിരുന്നു നമ്മൾ ഇറങ്ങിയ സമയത്തും ഇപ്പോഴും ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ മണ്ണാർക്കാട് എന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 25 കിലോമീറ്ററാണ് അട്ടപ്പാടിയിലേക്കുള്ള ദൂരം. ഈ സ്ഥലം വലിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒന്നൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും ആ പോകുന്ന റൂട്ടും ഒക്കെ വളരെയധികം മനോഹരമാണ്. പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകൾക്ക് താഴെ സ്ഥിതി ചെയ്യുന്ന ഭവാനിപ്പുഴയുടെ മേലിലുള്ള വിശാലമായ ഒരു പർവ്വത താഴ്വരയാണ് നമ്മുടെ ഈ അട്ടപ്പാടി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കിഴക്ക് വരുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയാണ്, വടക്ക് നീലഗിരിയും, തെക്ക് നമ്മുടെ പാലക്കാട് താലൂക്ക്, പടിഞ്ഞാറ് കരിമ്പ, പൊട്ടശ്ശേരി, മണ്ണാർക്കാട് താലൂക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഭൂമിശാസ്ത്രപരമാണെങ്കിലും വളരെയധികം വൈവിധ്യവും ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഈ അട്ടപ്പാടി. പോകുന്ന റൂട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ആ ഒരു വനങ്ങളും ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു റൂട്ടാണ് കേട്ടോ. ഏകദേശം നമ്മൾ ആ ചുരത്തിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് തന്നെ പ്രകൃതിക്കും കാലാവസ്ഥയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടോ. അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു റൂട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ കുട്ടി വെള്ളച്ചാട്ടങ്ങൾ, മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള യാത്രയൊന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെങ്കിലും നമുക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഞങ്ങൾ പോകുന്ന വഴിയിൽ ധാരാളം ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടോ. പിന്നെ അട്ടപ്പാടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓടിയെത്തൊരു സിനിമ കേട്ടോ അയ്യപ്പനും കോശിയും. അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷന് അട്ടപ്പാടിയുടെ ഏതാണ്ട് കുറേ ഭാഗങ്ങൾ പശ്ചാത്തലമായിട്ടുണ്ട്. അതിലൊന്നാണ് നരസിമുക്ക്. നമ്മുടെ ഈ അട്ടപ്പാടിന് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് നരസിമുക്ക്. അട്ടപ്പാടി ചുരം അവസാനിക്കുന്ന മുക്കാലി ജംഗ്ഷനിൽ നിന്നും താവളം വഴി 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നരസിമുക്കിലെത്താം. അട്ടപ്പാടിയുടെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞ ഒരു കുന്നിൻ ചെരുവാണ് കേട്ടോ ഈ നരസിമുക്ക് എന്ന് പറയുന്നത്. ഈ ചൂരപാത കയറുമ്പോൾ തന്നെ അട്ടപ്പാടിയിലെ സൗന്ദര്യം നമുക്ക് വശമാകാവുന്നതേ ഉള്ളൂ. അത്രയധികം മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. നരസിമുക്ക് മാത്രമല്ല കേട്ടോ, അട്ടപ്പാടിയിൽ വേറെ ഒരുപാട് പ്രധാന സ്ഥലങ്ങളുണ്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി. ആനമൂളി, മുക്കാലി, സൈലന്റ് വാലി, ചിണ്ടക്കി, കക്കുപ്പടി, കൽക്കണ്ടി, കള്ളമല, ജെല്ലിപ്പാറ, ഒമല, മുണ്ടൻപാറ, സിങ്കര, താവളം അങ്ങനെ ഒട്ടനവധി സ്പോട്ട്സ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ വന്ന് വിസിറ്റ് ചെയ്യാൻ. ഈ ഒരു ഭാഗമാണ് നമ്മുടെ അട്ടപ്പാടിയിലെ 10ാം വളവെന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് വണ്ടികൾ വളഞ്ഞിട്ട് പോകുക, എസ്പെഷ്യലി KSRTC ബസ്സൊക്കെ വളച്ചിട്ട് പോകുന്ന റീൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ആ ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ അത്യാവശ്യം എല്ലാവരും ഇറങ്ങിയിട്ട് ആ ഒരു കാഴ്ച കാണാനും വ്യൂ കാണാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നമുക്ക് കാണുന്ന ആ വ്യൂ കണ്ടോ, ദൂരം മല, നല്ല മരങ്ങളുള്ള മലകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങി ആസ്വദിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. മഴക്കാലമായാൽ പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതിക്ക് വളരെയധികം പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂവും ഇവിടെ ഇന്ന് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളുടെ എല്ലാം ഉത്ഭവസ്ഥാനം അട്ടപ്പാടി പ്രദേശമാണ്. നെല്ലിപ്പുഴ, കുന്തിപ്പുഴയൊക്കെയാണ് കേട്ടോ അവയിൽ പ്രധാനം. അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്തും കുട്ടി വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ. ചെറിയ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയ നീർച്ചാല് പോലെ ഇങ്ങനെ
മലമുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് വെള്ളത്തിൻ്റെ ഉറവ. അപ്പോൾ ഈ മഴക്കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ വലിയ വനപ്രദേശമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ റൈഡ് ചെയ്ത് വന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വ്യൂ പോയിൻ്റ് ഉള്ളതും നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടുന്നതുമായ ഒരു ആംബിയൻസ് സെറ്റ് ചെയ്ത ഒരു സ്ഥലമായിരുന്നു കേട്ടോ നമ്മുടെ ആ 10ാം വളവ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ കൂടുതലും ആദിവാസി വിഭാഗക്കാരാണ് കേട്ടോ നമ്മുടെ ഈ അട്ടപ്പാടിയിൽ താമസിക്കുന്നത്. ഈ ആദിവാസി വിഭാഗക്കാർ കൂടുതലും ഈ അട്ടപ്പാടിയുടെ മലയോര പ്രദേശങ്ങളിലായിരിക്കും കേട്ടോ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ ഫെബ്രുവരി മാർച്ച് കാലത്ത് ശിവരാത്രി മഹോത്സവം മല്ലീശ്വര ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നു. വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവമാണ് കേട്ടോ മല്ലീശ്വര ക്ഷേത്രത്തിൽ. അപ്പോൾ ഇവിടെ അടുത്ത് മല്ലീശ്വരൻ മുടി എന്ന് പറയുന്ന ഒരു സ്പോട്ടും ഉണ്ട്. വീണ്ടും നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ജംഗ്ഷൻ കണ്ടു കേട്ടോ. അതിൻ്റെ പേരാണ് മുക്കാലി. ഈ മുക്കാലിയിൽ നിന്ന് 23 കിലോമീറ്റർ ലെഫ്റ്റിലാണ് സൈലൻറ്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അട്ടപ്പാടി ആയതുകൊണ്ട് നേരോട്ടാണ് കേട്ടോ പോകുന്നത്. പ്രകൃതി ഭംഗി നിറഞ്ഞ അട്ടപ്പാടി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ്. ഈ കാലയളവിൽ കാലാവസ്ഥ പ്രധാനമായും നല്ല തണുത്തതും സുഖകരവുമായിരിക്കും കേട്ടോ. പിന്നെ മൺസൂൺ മഴ അതൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു പ്രകൃതിയെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. വേനൽക്കാലത്ത് സാധാരണ അത്ര കൊടുംചൂട് ഇല്ലാത്തൊരു ഈ ഒരു പ്രദേശമാണെന്നെങ്കിൽ പോലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് അട്ടപ്പാടിനെ ഈ ആദിവാസി മേഖലയിലേക്കാൾ കൂടുതൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടും കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് ഇക്കോ ടൂറിസം, സാഹസിക വിനോദസഞ്ചാരം, പിന്നെ അതുപോലെ തന്നെ സാംസ്കാരിക വിനോദസഞ്ചാരമൊക്കെ നമ്മൾ ഈ അട്ടപ്പാടിയിൽ ഈ ഒരു ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണെങ്കിൽ നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ്. നമ്മൾ അത്ര തണുപ്പൊന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരുന്നില്ല അട്ടപ്പാടിയിലേക്ക് വന്നത്. പക്ഷേ എന്താ പറയുക, നല്ലൊരു ഹൈ റേഞ്ച് പോയൊരു തണുപ്പാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ എത്തിയപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വഴി നോക്ക്, നല്ലൊരു ഇടുങ്ങിയ വഴിയാണെങ്കിൽ അതിന് ചുറ്റും നല്ല മരങ്ങളും പച്ചപ്പൊക്കെയാണ് കേട്ടോ ഈ ഒരു വഴിയിൽ. ദൂരെ നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുമല്ലോ, കോടയാണ്, മൊത്തം ആ ഒരു കോടയാണ്. ഉച്ച സമയം ആയിട്ടുള്ളൂ, പക്ഷെ ഭയങ്കര കോടയാണ് ഈ അട്ടപ്പാടിയിൽ ഈ ഒരു സമയത്ത്. ദൂരെയൊക്കെ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് വഴി പോലും ദൃശ്യമല്ലാത്ത രീതിയിൽ അത്രയും കോടയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോട വരുമ്പോൾ ഉള്ള തണുപ്പ് ഭയങ്കരമാണ്. പക്ഷെ എന്താ പറയുക, നമുക്ക് ഒരു റീഫ്രഷ്മെൻറ്റിന് പറ്റിയ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഈ അട്ടപ്പാടിയിൽ. ഈ പോകുന്ന വഴിയൊക്കെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. പക്ഷെ മനോഹരമായ ഒരു റൈഡ് അത് നമുക്ക് ഈ വഴിയിലൂടെ സ്വന്തമാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതലും ഈ ഒരു എന്താ പറയുന്ന ഒരു യാത്രയാണ്, അതാണ് നമ്മൾ വന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ നിൽക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു. ഇങ്ങനെ പോവുക, ആ ഒരു മനോഹരിതമായ ഭംഗി ആസ്വദിക്കുക, അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് ഞാൻ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ കുറച്ച് മോശമായ റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഒരു മഴ പെയ്ത് തോർന്നൊരു സമയമാണെന്ന് തോന്നും, കാരണം കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ഈ റോഡിലുണ്ടായിരുന്നു. ഈ അട്ടപ്പാടി റൂട്ട് വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇപ്പം നിലവിൽ അതിന് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ അടച്ചിരിക്കുകയും പോലീസ് തടയലൊക്കെയാണ്. അത് കൂടാതെ ഒരു ഇട റോഡുണ്ട്, അതുവഴി നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് പോയി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്ത നരസിമുക്ക് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയയും പിന്നിട്ട് നമുക്കൊരു ഇട റോഡ് വഴി നമുക്ക് ഊട്ടിയിലേക്ക് പോകാം. അപ്പോൾ ആ ഒരു വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, റിസ്ക്കി ആയിട്ടുള്ളൊരു വേ ആണ്. കാരണം നമുക്ക് ഒരു ചെറിയൊരു റോഡാണ്, അറ്റ് എ ടൈം ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുകൂടാതെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ഒരു ഭാഗത്ത് കുറച്ച് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ എന്താ പറയുക പകൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം രാത്രി മൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ഒരു റൂട്ട് പോകാമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ ഒരു ഏരിയയിൽ നമ്മൾ കുറച്ച് ഇറങ്ങിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. കാരണം ഈ ഒരു ഏരിയയിൽ നല്ല എന്താ പറയുക നല്ലൊരു ഗുഡ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു.
നമ്മുടെ അട്ടപ്പാടി റൈഡ് അവസാനിപ്പിച്ച് തിരികെയുള്ള ഒരു യാത്രാഘട്ടത്തിൽ ആ ഒരു വഴിയാണ് കേട്ടോ ഇതാണ് അട്ടപ്പാടി ചുരം. നമ്മൾ വന്ന് കയറി ആ 10-ാം വളവും അവിടുത്തെ ആ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ ഒരു സമയത്തും ഈ ഒരു ഏരിയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ നല്ല കോടയായിരുന്നു. കാരണം കണ്ടോ, ആ ഒരു ഏരിയ മൊത്തം നമുക്ക് ആ മലകൾ, നമ്മൾ ആ നേരത്തെ നിന്ന് കണ്ട മലകളൊന്നും തന്നെ ഇപ്പം വിസിബിൾ അല്ല. അത്രയ്ക്കും മഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ടായിരുന്നു. അട്ടപ്പാടിയുടെ റീൽസൊക്കെ കാണുമ്പോൾ മെയിനായിട്ട് ഈ 10-ാം വളവിൽ നിന്ന് മറ്റേ KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സുകളാണ് കേട്ടോ കൂടുതൽ ഇങ്ങനെ വളഞ്ഞു വരുന്ന ആ ഒരു കാഴ്ച. നല്ല രസമാണ് ആ ഒരു ഏരിയയിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു വിഷ്വൽ കിട്ടിയത്. അതും കൂടെ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറേ നേരം ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തു, ഒരു ബസ്സെങ്കിലും വരണേ നിങ്ങൾ വിചാരിച്ചിട്ട്. അപ്പോൾ ആ ഒരു ബസ് വരുന്നുണ്ട്. നല്ല രസമാണ് ബസ് ഇങ്ങനെ ഈ ഒരു വളവിൽ ഇങ്ങനെ വളച്ചുകൊണ്ട് പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാൻ കുറേ പേര് ഈ ഒരു സമയത്ത് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കാരണം വലിയ വണ്ടി ഇങ്ങനെ പോകുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനോഹരമായൊരു യാത്ര ഇന്ന് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ലക്ഷ്മി. ടാറ്റാ ബൈ.